വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ് നമ്മൾ വലിയ പെരുന്നാൾ എന്ന് പറയുന്നതും ബലി അറുക്കുന്നത് കൊണ്ട് വലിയ പെരുന്നാളും എന്നും പറയുന്നത്. ഈ ദിവസങ്ങളിൽ നീ ചെലവിന് കൊടുക്കൽ അർഹരായ അവകാശികളായ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, അവർക്കുള്ള ചെലവെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിന്റെ പോക്കറ്റിൽ, നിന്റെ കീശയിൽ ഒരു 9,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഉണ്ട് എങ്കിൽ നീ ഉളഹിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നിനക്ക് ഉണ്ട് എങ്കിൽ ഫലം യുളഹി, എന്നിട്ട് നീ ഉളഹിയത്ത് അറുച്ചില്ല എങ്കിൽ ഫൽ യമുത്, നിന്റെ മരണമായി കൊള്ളട്ടെ. ഇൻഷാ യഹൂദിയൻ ഔ നസ്റാനിയൻ, നീ യഹൂദിയായിട്ട് നസ്റാനിയായിട്ട് നീ മരിച്ചു പോകട്ടെ എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഒരു മുസ്ലിം ജമാഅത്തിൽ കൊണ്ടുപോയി മുസ്ലിം നാമധാരിയായി ദുനിയാവിന്റെ പുറത്തോടെ നമ്മൾ ജീവിച്ചു എന്നതിന്റെ പേരിൽ മുസ്ലിം ജമാഅത്തിൽ കൊണ്ടുപോയി ഖബറടക്കിയാൽ നമ്മൾ ഒരു മുഅ്മിനായി അവിടെ കിടക്കണമെന്നില്ല. ശരിയാണ്, നമ്മൾ മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിലാണ് കിടക്കുന്നത് നാളെ മരിച്ചു കഴിയുമ്പോൾ. പക്ഷേ ആ കിടക്കുന്ന മയ്യത്ത് യഹൂദിയായ മയ്യത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു നസ്രാനിയുടെ മയ്യത്ത് പോലെയായിരിക്കും. നീ ഉളുഹിയത്ത് അറക്കാനുള്ള കഴിവ് നിനക്ക് ഉണ്ടായിട്ടും നീ ഉളുഹിയത്ത് അറച്ചില്ല എങ്കിൽ ഇതിന്റെ ഗൗരവം എത്രയാണ്. മുത്തനബി തങ്ങളെ